അച്ഛന്റെ കൈകളിലൊരപ്പൂപ്പന്താടി അമ്മാനമാടി കളിച്ചു രസിക്കുന്ന കാറ്റിന്റെ കൈകളിൽ മുങ്ങിയും പൊങ്ങിയും നിലവിട്ടു. കയ്യനൂടെ അത് കൊള്ളാം. ഒന്ന് വീണു പോവാതെ പിടിക്കാന്ന് വെച്ചപ്പോ ഇനി എന്തിനാ പിടിക്കുന്നേ? ചെറിയാച്ചൻ വീണിട്ട് കൊല്ലം എത്ര എന്നറിയോ? ആരും എന്നെ സഹായിക്കണ്ട. ഇന്ന് എന്തു പറ്റി? നാളെ കേസിന് പോകാൻ കാശ് കിട്ടിയില്ല അല്ലേ? ഇതൊക്കെ അന്വേഷിക്കാൻ നീ എന്റെ ആരാ? ശരിയാണ്, ആരുമല്ല, ഞാനൊരു തേവിടിച്ചി. അതൊന്നും എനിക്കറിയാൻ പാടില്ല. അറിയാം, പക്ഷെ എന്നെ അങ്ങനെ കാണാൻ നിങ്ങളുടെ മനസ്സ് അനുവദിക്കുന്നില്ല. പണ്ട് എന്റെ ഭർത്താവിനെ പോലീസ് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയപ്പോ അന്വേഷിക്കാൻ പോലീസ് സ്റ്റേഷനിൽ വന്ന എന്നെ മറ്റു പോലീസുകാർ മാനഭംഗപ്പെടുത്താൻ ശ്രമിച്ചപ്പോ രക്ഷിച്ച ചെറിയാച്ചനാ. ഇന്ന് മാനം എനിക്കൊരു പ്രശ്നമല്ല, പക്ഷേ നിങ്ങൾക്ക് എന്നെ അങ്ങനെ കാണാൻ പറ്റില്ല. ഞാൻ പോവാ. നിക്കേ, ഇത് വെച്ചു. നാളെ കേസിന് പോണം. ഇപ്പൊ എന്റെ കയ്യിൽ ഇതേ ഉള്ളൂ. വേണ്ട, ഇന്ന് എനിക്ക് ഇതൊരു ഭാരമാണ്. ഇതില്ലെങ്കിലും എനിക്ക് ജീവിക്കാം. നീ എന്നെ ഒരുപാട് സഹായിച്ചു. നീ ഇതും കൂടെ. കണക്കൊന്നും ഞാൻ എഴുതി വെച്ചിട്ടില്ല. ആ, ഇതങ്ങോട്ട് വാങ്ങിച്ചേ. എന്റെ കാര്യത്തിൽ അവസാന വാക്ക് പറയേണ്ടത് ഞാൻ തന്നെ. എന്നാലും പെട്ടെന്ന് വേണമെന്നില്ല. കഥകളിലും സിനിമകളിലും ഒക്കെ കാണുന്ന പൈങ്കിളി പ്രേമമായി പോരുത് നമ്മുടേത്. മടുത്തു എനിക്ക്. ഈ നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ട് കിട്ടിയാ മതി. അത്രയ്ക്ക് വരയിടാണെങ്കിൽ ഞാൻ ഇപ്പോഴേ റെഡിയാ. അപ്പൊ പ്രതിജ്ഞ കഴിഞ്ഞോ? എഗ്രിമെന്റ് വല്ലതും എഴുതാനുണ്ടെങ്കിൽ വക്കീലിന്റെ സാന്നിധ്യത്തിലാവാം. സ്റ്റാമ്പ് പേപ്പർ കാറിലുണ്ട്. ആ, റോസിക്കൊരു ഹാപ്പിനെസ് ഉണ്ട്. നിന്റെ അച്ഛന്റെ കേസ് കിട്ടു. ഭാസാറ് പറഞ്ഞതാ. നല്ലൊരു മുഹൂർത്തത്തിലാണല്ലോ വക്കീലിന്റെ ശുഭവാർത്തയായിട്ടുള്ള വരവ്. വിനയമാഷേ, ഞങ്ങളുടെ പെണ്ണിനെ അങ്ങനെ പെരുവഴിയിൽ വെച്ച് കല്യാണം നിശ്ചയിക്കണ്ട. ഞാനിവിടെ നാത്തൂനായി വരേണ്ടതാ. പിന്നെ എന്താ ഇത്ര താമസം വരാൻ? കളിയാക്കണ്ട. ഞങ്ങൾക്ക് ചോദിക്കാനും പറയാനും വേറെ ആളുണ്ട്, അറിയാലോ. എന്നാലേ ആ ആളിനോട് ഞങ്ങളുടെ കാര്യം പറഞ്ഞ് ട്രാക്ക് ഒന്ന് ക്ലിയർ ആക്കി തരണം. കുറുന്തോട്ടിക്കോ വാദം? ഇന്നല്ലാതെ ഇനി എന്നാ വാദം പിടിക്കേ സാറേ? നമ്മുടെ ചെറിയാച്ചൻ ജയിച്ചിരിക്കുമല്ലേ കേസില്. സുഹൃത്തുക്കളെ, 10-17 വർഷക്കാലമായി ഞാൻ നിരപരാധിയാണ് എന്നുറക്കെ വിളിച്ചു പറഞ്ഞുകൊണ്ട് ഈ രാജ്യത്തെ നീതിന്യായ വ്യവസ്ഥയോട് ഒറ്റയ്ക്ക് ധീരധീരം പോരാടി വിജയം കൈവരിച്ച നമ്മുടെ ചെറിയാച്ചനെ ഈ സന്ദർഭത്തിൽ ഒരു കവിത ഒറ്റയ്ക്ക് ചൊല്ലുവാൻ ഞാൻ ഒറ്റയ്ക്ക് ക്ഷണിച്ചുകൊള്ളുന്നു. ചെറിയാച്ചൻ, ഞാൻ മൈക്ക് ചെറിയാച്ചനെ ഏൽപ്പിക്കുന്നു. ചെറിയാച്ചൻ. ഇനിയില്ല തടസ്സങ്ങൾ, മുൾക്കാടുകൾ, ഇനിയില്ല കുസൃതി കുരുന്നുകൾ പിമ്പേ. ഇനി എന്റെ വീതി വിശാലമൊന്നങ്ങനെ നുരയിട്ട് വതയുന്ന സന്തോഷ സാഗരം. കാറ്റിന്റെ കൈകളിൽ ഒരപ്പൂപ്പന്താടി ഐക്യങ്കയലിലോളം തള്ളുമ്പോ ഓർക്കും ഞാൻ എന്റെ മാരനെ വൈക്കങ്കായലിലോളം തള്ളുമ്പോ ഓർക്കും ഞാൻ എന്റെ മാരനെ. അനു, നമ്മുടെ മക്കളൊക്കെ എവിടെ? സുരേന്ദ്രനും റോസിയും? എന്തിനാ? അറിഞ്ഞില്ലേ? എന്റെ കേസ് വിട്ടു. ഇച്ചായ നിരപരാധിയാണെന്ന് കോടതി വിധി പറഞ്ഞു. നമ്മുടെ നിയമത്തിന് ഒരുപാട് പഴുതുകളുണ്ട്. ആ പഴുതുകളിലൂടെയും സംശയത്തിന്റെ ആനുകൂല്യം കൊണ്ടും ധാരാളം കുറ്റവാളികൾ രക്ഷപ്പെടാറുണ്ട്. അപ്പോ
ഭാനു ഈ കോടതി വിധി വിശ്വസിക്കുന്നില്ലേ? എന്റെ മനസ്സിന്റെ കോടതിയില് ഒന്നും തേച്ചു മായ്ച്ചു കളയാൻ കഴിയില്ല. പുകഞ്ഞ കൊള്ളി പുറത്ത്. ഭാനു, എന്റെ ചായനെ ഇങ്ങനെ ശിക്ഷിക്കരുത്. ഊമയായ എന്റെ അനിയത്തിയെ നിങ്ങൾ കടിച്ചു കീറി കൊന്ന ദിവസം നിങ്ങൾക്കുള്ള ശിക്ഷ ഞാൻ വിധിച്ചിട്ടുണ്ട്. ഞാൻ നിരപരാധിയാണ്. കൂടപ്പുറപ്പുകളില്ലാത്ത എനിക്ക് അമ്മുക്കുട്ടി എന്റെ സഹോദരിയെ പോലെയായിരുന്നു. പേര് കേട്ട തേവിടിച്ച് ദേവും നിങ്ങൾക്ക് സഹോദരി പോലെയാണല്ലോ. എന്റെ കേസ് നടത്താൻ ദേവു എന്നെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്, അല്ലാതെ മറ്റൊന്നും ഉണ്ടായിട്ടില്ല. ഇത്രയും കാലം ഞാൻ കേസ് പറഞ്ഞത് എന്റെ നിരപരാധിത്വം തെളിയിക്കാൻ വേണ്ടിയാ, എന്റെ കുടുംബം വീണ്ടെടുക്കാൻ വേണ്ടിയാ. എന്നെ നിത്യദുഃഖത്തിലാക്കരുതേ. നിങ്ങൾ അനുഭവിക്കാൻ തുടങ്ങുന്നതേയുള്ളൂ. നിങ്ങൾ ഒഴുക്കുന്ന കണ്ണീരിന്റെ ഉപ്പ് കൊണ്ട് എന്റെ മനസ്സിനേറ്റം മുഴുവൻ ഞാൻ ഉണക്കും. എനിക്കും എന്റെ മക്കൾക്കും നിങ്ങളെ വേണ്ട വേണ്ട. പോ എന്റെ കൺമുമ്പിന്ന്. മേലാൽ ഈ വീടിന്റെ പടി ചവിട്ടിയാൽ പുഴുത്ത പട്ടിയെ പോലെ കരുതി ആട്ടി പുറത്താക്കും. എടാ, നിന്നെയൊക്കെ ഒരു സുഹൃത്തെന്ന് പറയാൻ കൊള്ളൂ. എന്റെ കല്യാണത്തിന് ക്ഷണിച്ചിട്ട് ഒന്ന് തിരിഞ്ഞു നോക്കിയില്ലല്ലോ. അറ്റ്ലീസ്റ്റ് ഒരു ടെലഗ്രാമെങ്കിലും. നിനക്കറിയാവുന്നതല്ലേ ഞാനും ഈ നാടും തമ്മിലുള്ള ബന്ധം. പിറന്ന നാട്ടിൽ ഞാൻ ഇന്നും അന്യനാ. ആ, അത് വിട്. ഇതുപോലെ എന്തെങ്കിലും നൊട്ടുനൊടുക്ക് ന്യായം പറഞ്ഞ് ആ ശ്യാമയെ വഴിയാധാരമാക്കരുത്. രണ്ടുപേരെ എനിക്കറിയാവുന്നോണ്ട് പറയുന്നതാ. ചായ. നീ ചായ എടുക്ക. അമ്മ ഓർക്കുന്നില്ല ഇവനെ, നമ്മുടെ പഴയ പാച്ചു. അമ്മേ, ആസി ഇപ്പൊ ഇവിടുത്തെ പേരെടുത്ത വക്കീല. പണ്ട് കോട്ടയത്ത് വെച്ചോണ്ട് ആ നാടകഭ്രാന്തനൊന്നുമല്ല. നാടകവും കളിയൊക്കെ അത്യാവശ്യത്തിന് ഇപ്പോഴും ഉണ്ട്. ബാസി ഒരു ഉപകാരം ചെയ്തു തരൂ. 10-28 കൊല്ലം മുമ്പ് എന്റെ നേരമ്മാവന്മാര് കൈവശപ്പെടുത്തിയ കുറച്ച് സ്വത്തുണ്ട് ഇവിടെ. ഇപ്പോഴത്തെ സ്ഥിതിയിൽ എനിക്കും കൊല്ലപ്പെട്ട എന്റെ അനിയത്തി അമ്മുക്കുട്ടിക്കും അതിന്മേലുള്ള അവകാശം നഷ്ടപ്പെടുമോ? അവരൊരുപക്ഷെ കൈവശാവകാശം തെളിയിച്ചേക്കും. എന്നാലും ജന്മാവകാശം തെളിയിക്കാനുള്ള പ്രൂഫ് ഉണ്ടെങ്കിൽ നമുക്ക് പ്രൊസീഡ് ചെയ്യാം. ആ, ഞാൻ ഇറങ്ങട്ടെ. കേസ് നടത്തണമെന്നുണ്ടെങ്കിൽ ഞാൻ റെഡി. ഇനി വരുമ്പോ ഭാര്യയും കൊണ്ടുവരണം. എനിക്ക് ഇന്നൊരു തീരുമാനം അറിയണം. ഇങ്ങനെ പോയാ എവിടെ വരെ പോകും? എനിക്ക് പറ്റില്ല. ഞാൻ നിരപരാധിയാണെന്ന് കോടതി പറഞ്ഞില്ലേ? നീ എന്ത് തെളിവാ വേണ്ടേ? ആ, ചെറിയാച്ച എന്തായാലും എന്തെങ്കിലും ഒന്ന് അറിഞ്ഞ് ഞാൻ ഇന്ന് പോകും. ചെറിയാച്ച ബഹളം ഉണ്ടാക്കാതെ വാ. എത്ര കാലം താനിങ്ങനെ കരഞ്ഞു വിളിച്ച് ഞാൻ പറയുന്ന ചെറിയാച്ചൊന്ന് കേക്ക്. വാ, അത് ശരിയാവുന്നില്ല. നമുക്ക് വഴി ഉണ്ടാക്കാന്ന്. എന്റെ മോനല്ലേ ആ നിൽക്കുന്നേ? അവൻ പോലീസ് ഇൻസ്പെക്ടർ അല്ലേ? അവന് മനസ്സിലായില്ല കോടതി വിധി? ബഹളം ഉണ്ടാക്കിയിട്ട് കാര്യമില്ല. ഞാനല്ലേ വിളിക്കുന്നത്. വാ. ഞാൻ നിരപരാധിയാണ്. ചെയ്യാത്ത കുറ്റത്തിന് ശിക്ഷ അനുഭവിക്കുന്ന നിരപരാധി. എന്റെ പൊന്നുമോളെ ഒന്ന് കാണാൻ പോലും പറ്റുന്നില്ല. എനിക്ക് മക്കളില്ല, എനിക്ക് ഭാര്യയില്ല. അച്ഛനല്ലേ അത്? അതെ. എന്തു വേണം? പോയിരുന്ന് പഠിക്കേ. പഠിക്കാൻ. മോർണിംഗ്. പിന്നെ ഇന്ന് ഞാൻ ലീവാ. അത്യാവശ്യം വല്ലോട്ട് വിളിച്ചാൽ മതി. നീ എന്തിനാ ലീവ് പറഞ്ഞത്? അത് ഇന്ന് അയാൾ ജോയിൻ ചെയ്യുന്നത്. ഞാൻ പോണ്ടെന്ന് വെച്ചു. ഇന്ന് ലീവ് എടുത്തു. നാളെയോ? സ്വന്തം മകനെ സല്യൂട്ട് ചെയ്യേണ്ടി വരിക. നിന്നെ സാറേന്ന് വിളിച്ച് നിന്റെ ആജ്ഞകൾക്ക് വേണ്ടി കാത്തു നിൽക്കുക ദൈവനിശ്ചയമാണ് മോനെ. എല്ലാ അമ്മയുടെ പ്രാർത്ഥനയുടെ ഫലമാണ്. ചെന്ന് അയാളെ തോൽപ്പിക്കേ. നിന്റെ അധികാരത്തിന് മുമ്പിൽ വെറും ഒരു പാവ പോലെ അയാൾ തുള്ളുന്നത് എനിക്ക് കാണണം.